എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് അതിനിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗ്യാങ്സ്റ്റർ പൊളിറ്റീഷ്യൻ ആയിരുന്ന ആത്തിഖ് അഹമ്മദിൻ്റെ ഇളയ മകൻ അബാൻ അഹമ്മദ് ഉത്തർപ്രദേശിലെ ഝാൻസി ഡിസ്ട്രിക്റ്റിലുണ്ടായ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന്. അപ്പോൾ ഇന്ന് രാവിലെയാണ് സംഭവം. അബാൻ അഹമ്മദും കൂടെയുണ്ടായിരുന്ന 4 സുഹൃത്തുക്കളും സഞ്ചരിച്ച ഹുണ്ടായ് ക്രെറ്റ കാർ ഡിവൈഡർ ഇടിച്ചാണ് അപകടമുണ്ടായത്. അബാൻ അഹമ്മദും സുഹൃത്ത് മുഹമ്മദ് സോനുവും അപകട സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ബാക്കി 3 പേരെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ ഇവരെന്തിനാണ് അവിടെ ഝാൻസിയിൽ ചെന്നത്? അതായത് അബാൻ അഹമ്മദിൻ്റെ ആത്തിഖ് അഹമ്മദിൻ്റെ മൂത്ത മകൻ അലി അഹമ്മദ് അവിടെ ഝാൻസി ജയിലിലാണ്, ഝാൻസി സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ ഇയാളെ കാണാൻ വേണ്ടിയിട്ടാണ് അബാൻ അഹമ്മദും സുഹൃത്തുക്കളും അങ്ങോട്ട് സഞ്ചരിച്ച് അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിലേക്ക് പരക്കുന്ന തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അജ്ഞാതൻ്റെ ആക്രമണമാണ്. അതായത് ഇത് ഒരു ആക്സിഡൻ്റ് അല്ല, ഇതൊരു ക്രിയേറ്റ് ചെയ്തൊരു ആക്സിഡൻ്റ് ആയിരിക്കാം എന്നാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദുരന്തർ 3യുടെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടന്നത് എന്നാണ്. ശരിക്കും നമ്മൾ ദുരന്തർ സിനിമയിൽ തന്നെ ആത്തിഖ് അഹമ്മദിൻ്റെ റോള് ശരിക്കും ആ പേരെടുത്ത് കൊണ്ട് തന്നെയാണ്, ആത്തിഖ് അഹമ്മദിന് അതേ രൂപത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ആത്തിഖ് അഹമ്മദിനെ ആ സിനിമയിൽ അവതരിപ്പിച്ചത്, ആ കഥാപാത്രമായി അവതരിപ്പിച്ചത്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാവിലെയാണ് സംഭവം. വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ഉത്തർപ്രദേശ് പോലീസ് ചെയ്തതാണ്, യോഗി ആദിത്യനാഥിൻ്റെ ടീം ചെയ്തതാണ് എന്ന തരത്തിൽ. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആരാണ് ആത്തിഖ് അഹമ്മദ്? ആത്തിഖ് അഹമ്മദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യ അറിയപ്പെടുന്ന, ഏഷ്യയിലെ തന്നെ വലിയൊരു ഒരു ഗ്യാങ്സ്റ്റർ പൊളിറ്റീഷ്യനായിരുന്നു. അത് 2004 ലോക്സഭ ഇലക്ഷനിൽ ഈ ആത്തിഖ് അഹമ്മദ് അവിടെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ അവിടെ മത്സരിച്ച് അവിടെ എന്താ പറയേണ്ടത്, അവിടെ MP ആയ ആളാണ്, പാർലമെൻറ്റിൽ ഇരുന്നൊരു വ്യക്തിയാണ്. സിനിമയിൽ കണ്ടായിരുന്നു, ദുരന്തര സിനിമയിൽ കണ്ടില്ലേ, എന്താണ് ഇയാളാണ് പാകിസ്ഥാൻ ISAയുടെ ഏജൻ്റായിരുന്നു. അതായത് ഇവിടെ നടക്കുന്ന പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആയിരുന്നു ആത്തിഖ് അഹമ്മദ്. അപ്പോൾ ആത്തിഖ് അഹമ്മദ് 2023 ഒക്ടോബർ 15 ഇവിടെ വെച്ചിട്ട് ഝാൻസിയിൽ വെച്ചിട്ട് തന്നെയാണ് കൊല്ലപ്പെടുന്നത്. അതായത് ജയിലിലുള്ള ആത്തിഖ് അഹമ്മദിനും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും ഒരു വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു. അപ്പോൾ അതിനിടയിലാണ് മാധ്യമങ്ങളുടെ ലൈവ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈവ് കവറേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കവറേജ് നടക്കുന്നതിനിടയിലേക്ക് മാധ്യമപ്രവർത്തകരുടെ ടാഗുമായി എത്തിയ യോഗിയുടെ പിള്ളേർ തന്നെ പോയിന്റ് ബ്ലാങ്കിലാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ അറ്റാക്കിൻ്റെ വീഡിയോ ഇപ്പോഴും എന്താ പറയേണ്ടത്, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നിങ്ങളെടുത്ത് നോക്കിക്കോ. അപ്പോൾ അത്രയും വലിയൊരു ഡോൺ ആയിരുന്നു ആത്തിഖ് അഹമ്മദ്. അതായത് ഇന്ത്യയിൽ ഒരു പൊളിറ്റീഷ്യനും ഏത് ഭരണാധികാരി തൊടാൻ പോലും, ഈ ആത്തിഖ് അഹമ്മദിൻ്റെ സാമ്രാജ്യത്തിൽ തൊടാൻ പോലും, രോമത്തിൽ പോലും തൊടാൻ പോലും പേടിച്ചിരിക്കുന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെയാണ് യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായി വരികയും ഇയാളെ ജയിലിലടക്കുകയും ചെയ്തിരുന്നു. ഇയാൾ ജയിലിലടക്കാനുള്ള സംഭവം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2004 ഈ ആത്തിഖ് അഹമ്മദ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്, പാർലമെൻറ്റ് ഇലക്ഷനിൽ ലോക്സഭയിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അയാൾ അവിടെ MLA ആയിരുന്നു. ആ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ അവിടെ ഒരു ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഈ ആത്തിഖ് അഹമ്മദിൻ്റെ സഹോദരൻ അഷ്റഫ് അഹമ്മദ് അവിടെ മത്സരിച്ചിരുന്നു. അപ്പോൾ അഷ്റഫ് അഹമ്മദ് SP ടിക്കറ്റിലാണ് മത്സരിച്ച് അഷ്റഫ് അഹമ്മദിനെ തോൽപ്പിച്ചത് BSPയുടെ രാജു പാൽ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ രാജു പാൽ അവിടെ തന്നെ പ്രവർത്തിച്ച് വലിയ രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തിട്ട് അവിടെ ഈ ആത്തിഖ് അഹമ്മദിനെ പരാജയപ്പെടുത്തി അവിടെ MLA ആകുന്നു. അതിനുശേഷം ഈ ആത്തിഖ് അഹമ്മദിനും സഹോദരൻ അഷ്റഫ് അഹമ്മദിനും വലിയ രീതിയിൽ പകയായി ഇയാളെ ഏത് വിധേനയും തീർക്കണമെന്ന രീതിയിൽ തന്നെയായിരുന്നു മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെ. പക്ഷേ ഒടുവിൽ ഏകദേശം 2000 വർഷം ഞാൻ ഓർക്കുന്നില്ല, ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ആത്തിഖ് അഹമ്മദിൻ്റെ ഗുണ്ടകൾ ചേർന്നിട്ട് ഈ രാജു പാലിനെ വകവരുത്തുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് അഷ്റഫ് അഹമ്മദും ആത്തിഖ് അഹമ്മദൊക്കെ ദീർഘകാലം ജയിലിലൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അക്യൂസ്ഡാണ് ഈ കേസിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പല കേസുകളായിട്ട് ഈ ആത്തിഖ് അഹമ്മദ് ജയിലിൽ, യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ജയിലിലാവുന്നു. അപ്പോൾ ജയിലുള്ള സമയത്ത് ഈ രാജു പാലിൻ്റെ വധത്തിന് ഒരു നിർണായക സാക്ഷിയായിരുന്നു ഉമേഷ് പാൽ എന്ന് പറയുന്നൊരു അഡ്വക്കേറ്റ്. അപ്പോൾ ആത്തിഖ് അഹമ്മദ് ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഉമേഷ് പാലിനെ വകവരുത്തി, ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ഈ വിറ്റ്നസിനെ വകവരുത്തി. അപ്പോൾ സ്വന്തം മകനെ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ആസാദ് അഹമ്മദ് എന്ന് പറയുന്ന തൻ്റെ 2ാമത്തെ മകൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഉമേഷ് പാലിനെ വകവരുത്തിയത്. ജയിലിരുന്നുകൊണ്ടാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. നമ്മൾ ദുരന്തർ സിനിമയിൽ തന്നെ കണ്ടില്ലേ, ആത്തിഖ് അഹമ്മദിന് അവിടുത്തെ പോലീസുകാരനെ ഫോൺ കൊടുക്കുന്നത്, അതൊക്കെ ശരിക്കും സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉത്തർപ്രദേശ് അസംബ്ലിയിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. അതായത് യോഗി ആദിത്യനാഥിനെതിരെ ഇവിടെ ക്രമസമാധാന പാലനം തകർന്നു എന്നൊക്കെ കൊണ്ട് അവിടുത്തെ അഭിഭാഷക സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരുന്നു. ആ സമയത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രസംഗം ഉത്തർപ്രദേശ് അസംബ്ലിയിൽ യോഗി ആദിത്യനാഥ് നടത്തിയത്. അതായത് നമ്മുടെ രാജ്യസുരക്ഷയെ, നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ തല മിട്ടിമേ ഡാലൂങ്ക എന്നാണ് യോഗി ആദിത്യനാഥ് അന്ന് ഉത്തർപ്രദേശ് അസംബ്ലിയിൽ പറഞ്ഞത്.
അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ലൈവ് കവറേജ് പോകുമ്പോൾ ആത്തിഖ് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും പോയിന്റ് ബ്ലാങ്കിൽ യോഗിയുടെ പിള്ളേർ തീർത്ത് കളഞ്ഞത്. അപ്പോൾ അതിനുശേഷം അവരുടെ ആത്തിഖ് അഹമ്മദിൻ്റെ ജാൻസിയിലുള്ള വലിയ കൊട്ടാരമുണ്ട്, ഏകദേശം 60 ഏക്കറിൽ ഉള്ള വലിയ കൊട്ടാര സമാനമായ ഇതൊക്കെ ഇടിച്ച് നിരത്തിയിരുന്നു, ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ ഈ 60 ഏക്കറിൽ എന്താ ചെയ്തിട്ടുണ്ട്, യോഗി ആദിത്യനാഥ് വീട് വെച്ചിട്ട് പാവങ്ങൾക്ക് കൊടുത്തു. അതിൻ്റെ 2 വർഷം മുന്നേ അതിൻ്റെ താക്കോൽദാനൊക്കെ കൊടുക്കുന്ന വീഡിയോ രാജ്യമെമ്പാടും വൈറലായിരുന്നു. അപ്പോൾ ഈ ആത്തിഖ് അഹമ്മദിന് ശരിക്കും 5 മക്കളാണ്. ആത്തിഖ് അഹമ്മദിൻ്റെ ഭാര്യയുടെ പേര് ഷാസിയ പർവീൺ എന്നാണ്. അപ്പോൾ അവരിപ്പോഴും ഒളിവിലാണെന്നും പറയുന്നുണ്ട്, പോലീസ് കസ്റ്റഡിയിലാണെന്നും പറയുന്നുണ്ട്. അത് വിശദം വിവരം എനിക്കറിയില്ല കേട്ടോ. ഇവർക്ക് 5 മക്കളാണുള്ളത്. ഉമർ അഹമ്മദ്, അലി അഹമ്മദ്, ആസാദ് അഹമ്മദ്, അഹമ്മദ്, അബാൻ അഹമ്മദ്. അതായത് രണ്ടാമത്തെ മകനെയാണ് ആസാദ് അഹമ്മദ് 2023 ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഒരു എൻകൗണ്ടറിൽ അവനെ തീർക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉമർ അഹമ്മദ് ആയാലും അലി അഹമ്മദ് ആയാലും അസാം അഹമ്മദ് ഒക്കെ ആയാലും അവരൊക്കെ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഈ ഉത്തർപ്രദേശിലെ പല പല ജയിലുകളായിട്ടാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തിനായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ന്യൂസിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേർ കമൻറ്റ് ചെയ്തത് ദുരന്തർ 3യുടെ ഷൂട്ടിംഗ് ആയിരുന്നു എന്ന്. അപ്പോൾ എന്തിനായാലും വലിയ രീതിയിലുള്ള ഒരു കയ്യടി തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസിനും ഉത്തർപ്രദേശിലെ അജ്ഞാതന്മാർക്കും ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഇത്തരത്തിലുള്ള ഗൂൺസുകളൊക്കെ ഉണ്ടല്ലോ, യോഗിയുടെ ട്രീറ്റ്മെൻറ്റാണ് എല്ലായിടത്തും വേണ്ടേ. അത് നമുക്കറിയാം. എന്തെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഗുണ്ടായുസം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കും, ആ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുമ്പോൾ അതിനടിയിലെ കമൻറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇവന്മാരൊക്കെ ഉത്തർപ്രദേശിൽ യോഗി ചെയ്യുന്ന മാതിരി ചെയ്യണമെന്നാണ്. നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ നാട്ടിലായാലും എന്തെങ്കിലും ഒരു ഗുണ്ടായുസം നടന്നു കഴിഞ്ഞാൽ അതിനടിയിൽ വരുന്ന മിക്ക കമൻറ്റും അങ്ങനെയായിരിക്കും. അപ്പോൾ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇത്തരത്തിലെ ഗുണ്ടകൾ എന്തിനും നമ്മളെ തീറ്റിപ്പോട്ടണം. നമ്മുടെ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ജയിലിലുള്ള ആൾക്കാരൊക്കെ തീറ്റിപ്പോട്ടുന്നത്. ഈ കേരളത്തിലെ ജയിലിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, മൃഷ്ടാന ഭോജനമാണ്. ചിക്കൻ, മട്ടൺ, ബീഫ്, ബീഫ് ഒഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ടാക്സ് ഉപയോഗിച്ച് ഈ കുറ്റവാളികളെ, കൊടും ക്രിമിനൽസിനെ, രാജ്യദ്രോഹികളൊക്കെ മൃഷ്ടാന ഭോജനം കൊടുത്ത് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. യോഗി ചെയ്യുന്ന മാതിരി ചെയ്യണം എന്നാണ് സാധാരണക്കാരായ ജനങ്ങളും ഒരു 90% ജനങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട അബാൻ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പല പല ക്രിമിനൽ കേസുകളും പ്രതിയാണ്. അതായത് മുമ്പ് ഈ ഉമേഷ് പാലിൻ്റെ ആയാലും രാജു പാലിൻ്റെ ആയാലും ആ കൊലപാതക കേസുകളിലൊക്കെ നിരന്തരം ഇങ്ങനെയുടെ പേര് പോലും ഉണ്ടായിരുന്നു. ആ സമയത്ത് മൈനർ ആയിരുന്നെങ്കിൽ പോലും പല പല സഹായങ്ങൾ, പല പല കാര്യങ്ങളും, പല പല ഓപ്പറേഷനിലും ഇയാളുടെ പ്രസൻസ് ഉണ്ട് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും ഉത്തർപ്രദേശിൽ നിന്ന് വാർത്ത വളരെ എന്താ പറയേണ്ടത്, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.